കൃഷ്ണൻ, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കോൺഗ്രസിനും CPM-നും ഒരേപോലെ കുരുക്കിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ശബരിമലയിലെ കൊടിമരം പുതുക്കിയതിനും സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ അജയ് തറയിലിന് നിർണായക പങ്കുണ്ടെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന് വലിയ കുരുക്കായിക്കൊണ്ട് അജയ് തറയിലിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. SIT സംഘത്തിന് സമ്മർദ്ദം ഒരുപാടുണ്ട്. ഇപ്പോ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തില്ല. അപ്പൊ ഹൈക്കോടതി ചോദിച്ചു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല. അറസ്റ്റ് ചെയ്തു. മറുവശത്ത് എപ്പോഴും ഒന്ന് ബാലൻസ് ആക്കാൻ സർക്കാരും CPM ഒക്കെ ശ്രമിക്കും സ്വാഭാവികമായിട്ടും. അപ്പോഴാണ് അജയ് തറയിലിനും അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അജയ് തറയിൽ വല്ലാതെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. നവമാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ ഈ കലോത്സവ വേദിയിലാണെങ്കിലും വാർത്തകൾ അധികവും അറിയുന്നത് നവമാധ്യമങ്ങളിലൂടെ. അപ്പൊ നവമാധ്യമങ്ങളിൽ പലപ്പോഴും ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ അജയ് തറയിൽ ഉരുണ്ട് കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കുടുങ്ങുമോ? കൃഷ്ണരാജ് അങ്ങനെ തന്നെയാണ് സാധ്യത കാണുന്നത്. കാരണം ഈ ഘട്ടത്തിൽ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാൻ ഉറച്ച് മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. ഉടൻ തന്നെ അജയ് തറയിലെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ അജയ് തറയിലിന് നിർണായകമായ പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യം ലഭിച്ചതിനും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ അവതരിപ്പിക്കുന്നതിനും ഒക്കെ പിന്നിൽ UDF-ൻ്റെയും ഒക്കെ അല്ലെങ്കിൽ അജയ് തറയിലിനെ പോലെയുള്ള ആളുകൾക്കും പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതോടൊപ്പം ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം കടന്നേക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കല്ല പ്രാധാന്യം എന്നുള്ളത് കൂടി പറയട്ടെ. കാരണം വാജിവാഹനം കൊടുത്തുവിടുന്നത് വളരെ പരസ്യമായിട്ടാണ്. അത് തന്ത്രിക്ക് അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആചാരപരമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ട ആളുകൾ കൂടി ചേർന്ന് തീരുമാനമെടുക്കേണ്ട സംവിധാനമാണ്. കാരണം ഇപ്പോൾ തന്ത്രി സമാജവും ഒക്കെ പറയുന്ന അഭിപ്രായങ്ങൾ അതിൽ നിർണായകവുമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് നീക്കം ചെയ്ത മറ്റ് വസ്തുക്കൾ, പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പങ്ങളാണ്, അഷ്ടദിക്പാലകരുടെ ശില്പങ്ങളടക്കമുള്ളവ എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. അതിലൊക്കെ കൃത്യമായ ഉത്തരവാദിത്വം അന്ന് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ച ആളുകൾക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അജയ് തറയിലിനെ ഉടൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കം. കൃഷ്ണരാജ്.